ഉണ്ണി നന്നായി. ഹലോ, അപ്പം ഇന്ന് രാവിലെ ഒരു പ്രോഗ്രാമിന് പോകാണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് കുറച്ച് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ചെമ്പരത്തിയും കൂടിയിട്ട് ഒന്ന് പൂ പോലെ കെട്ടിയിട്ട് മാല കെട്ടിയിട്ട് സ്വാമിക്ക് വെക്കുക വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ചെമ്പരത്തി പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇങ്ങനെ വല്ല പൂവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാമിക്കും കൂടിയിട്ട് മാല കെട്ടി വയ്ക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് മഴയൊക്കെ ചാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി വരുന്നത്. അതിന് ശേഷം ഇതാ മുല്ലപ്പൂ പിന്നെ തലേദിവസം തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കോർക്കാൻ വിചാരിച്ചു കേട്ടോ. മുല്ലപ്പൂ എന്നിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുല്ലപ്പൂ സീസൺ ആണല്ലോ. അപ്പോൾ നല്ല സ്മെല്ലാണ്. ഫ്രിഡ്ജിലെല്ലാ സാധനത്തിനും നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവാണ്. അപ്പം ഞാനിങ്ങനെ അത് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് എനിക്ക് കോർക്കണം, പിന്നെ കുറച്ച് അമ്മയ്ക്ക് കോർക്കണം, പിന്നെ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ളത് അതും കൂടി മാല കോർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചുരിദാർ ഞാൻ മുമ്പേ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണെന്ന്. അപ്പോൾ അതിൻ്റെ കഴുത്തൊക്കെ കുറച്ച് കുളമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഷാൾ ഇടണം. ഈ ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും ഓരോരോ ഷാളായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്പരത്തിയും പിന്നെ കുറച്ച് മുല്ലമൊട്ടും കൂടിയും കൂട്ടിയിട്ടാണ് കോർക്കണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്രാവശ്യം മുല്ലപ്പൂ ഉണ്ടായോ? അപ്പോൾ എൻ്റെ വീട്ടിൽ അല്ല ഉണ്ടായത്. അപ്പോൾ ഫ്രണ്ടത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ പൊട്ടിച്ച് കൊണ്ടുവന്നത്. അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പൊട്ടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ എന്നും ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വന്നിട്ട് എല്ലാം കൂടി ആകുമ്പോൾ ഒരുമിച്ച് കോർക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം അങ്ങനെ മാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടെണ്ണം കോർത്ത് കഴിഞ്ഞ് അത് മുല്ലപ്പൂവാണ് കോർത്തത്. എനിക്കും അമ്മയ്ക്കും കൂടിയിട്ടുള്ളത് കോർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുല്ലപ്പൂവും കൂടിയും വെച്ച് ഞാൻ സെറ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അടുത്ത് തന്നെയാണ് പ്രോഗ്രാം ഉള്ളത് കേട്ടോ. അവിടെ പായസം മിഠായി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക്കൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡാണ് എനിക്ക് കിട്ടിയത്. തിരിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ണിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത്. ബോക്സ് കിട്ടി, അതിൽ പെൻസിലും റബ്ബറും കട്ടറൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതാണ് ഒരു ബോക്സ്. അങ്ങനെ പോയി വന്ന് ക്ഷീണിച്ച് ഒരു ചോളകൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയാണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ. ആകെ ടയേർഡായി പോയി വന്നപ്പോഴേക്കും. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിക്ക് ഒരു തട്ടിക്കൂട്ട് റൈസ് ഉണ്ടാക്കുകയാണ്. എന്നാലും നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഹെൽത്തി റൈസ് ആണ് കേട്ടോ. ആദ്യം അരി വേവിക്കാം. അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് നമുക്ക് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ഇടാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 2 വീതം എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 വീതം എല്ലാം ഇട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് സാധനങ്ങൾ വറുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, കുറച്ച് പരിപ്പ്, കുറച്ച് ജീരകം, ഇനി കുറച്ച് കൂടുതൽ എള്ള് എടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബ്ലാക്ക് എള്ളുണ്ടെങ്കിൽ അതായിരിക്കും, അത് നല്ലതാണ്. അപ്പോൾ എൻ്റെ വൈറ്റ് ഉള്ളതുകൊണ്ട് വൈറ്റ് എള്ളാണ് കേട്ടോ എടുക്കുന്നത്. ലാസ്റ്റ് ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇടുന്നുണ്ട്.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് പൗഡറാക്കിയിട്ട് എടുക്കാം കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ റൈസ് ആവും, കുറച്ച് വെള്ളം ഉണ്ടാവും. അതൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് സാധാ ബിരിയാണി അരിയാണ്, അതുകൊണ്ട് വേഗം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവും കേട്ടോ. വല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അരി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. വെച്ച സാധനങ്ങൾ ഇനിയൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ പൊടി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡിലിട്ട് കൊടുത്താൽ നല്ല സാധനമാണ് കേട്ടോ. കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡിൽ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പൗഡറാണ്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസിക്ക് ഈ പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. നന്നായി. അപ്പോൾ ഉണ്ണി കഴിച്ചു, ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് പാനിപൂരിയുടെ ഒരു മിക്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതിലത്തെ എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിലത്തെ പുളിയുടെ ആ വെള്ളം അതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വെച്ച പൂ കണ്ടോ, വൈകുന്നേരമായിട്ടും വാടി ഉണ്ടായിരുന്നില്ല, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി പൊറാട്ടയും ചിക്കൻ ഗ്രേവി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.